നല്ല ചൂട് മസാലദോശ നല്ല ചട്നിയിലും സാമ്പാറിലും ഒക്കെ മുക്കി കഴിച്ചു കഴിഞ്ഞാൽ അന്തസ്. ഈ മസാലദോശ എന്ന് പറയുന്നത് തമിഴിനാണെന്നാണ് നമ്മുടെ പലരുടെയും വിചാരം. പക്ഷെ കഥ അങ്ങനെയല്ല. ഉത്ഭവത്തിന്റെ കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ജനപ്രിയമായ സൗത്ത് ഇന്ത്യൻ ഭക്ഷണ പട്ടികയിൽ മസാലദോശയ്ക്ക് എപ്പോഴും ഇരിപ്പിടമുണ്ട്. ശുദ്ധ വെജിറ്റേറിയൻ വിഭവം അല്ലെങ്കിൽ ബ്രാഹ്മണ വിഭവം എന്ന് പേരുദോഷം കേൾക്കേണ്ടി വന്ന മസാലദോശ ഒരു കാലത്ത് ബ്രാഹ്മണർക്ക് പോലും നിഷിദ്ധമായിരുന്നു അത്രേ. വിശ്വസിക്കാൻ പറ്റുമോ? പുളിച്ച മാവ് കൊണ്ടുള്ള ഭക്ഷണം ബ്രാഹ്മണർക്ക് നിഷിദ്ധമായിരുന്ന കാലത്താണ് ഒരു കർണാടക പാചകക്കാരൻ തന്നെ ഈ വിലക്ക് മറികടക്കാൻ തീരുമാനിച്ചത്. അരിയും ഉഴുന്നും അരച്ച് പുളിച്ച മാവ് ചൂടുള്ള ഇരുമ്പ് കല്ലിൽ ഒന്ന് ഒഴിച്ചു നോക്കി. അതാണ് ചരിത്രത്തിലെ ആദ്യത്തെ ദോശ എന്ന് പറയപ്പെടുന്നത്. നിഷിദ്ധമായ ഒരു ഭക്ഷണം ഉണ്ടാക്കിയതിലൂടെ ദോഷം ലഭിക്കും എന്ന വിശ്വാസത്തിൽ ദോഷമുണ്ടാക്കിയ പലഹാരത്തെ ദോശ എന്ന് പേരുമിട്ടു. കേരളത്തിലെ മസാലദോശയുടെ ചരിത്രം അന്വേഷിച്ചു പോയാൽ ചെന്നെത്തുന്നത് കൊങ്കണ ദേശത്ത് നിന്ന് കുടിയേറിയ തുളു ബ്രാഹ്മണരിലാണ്. തെക്കൻ കർണാടകത്തിലെ ഉടുപ്പിയിൽ നിന്നും 1940കളിൽ മട്ടാഞ്ചേരി പ്രദേശത്തെത്തിയ ഉടുപ്പി ബ്രാഹ്മണ കുടുംബങ്ങളാണ് മസാലദോശയുടെ രുചി കേരളത്തിൽ എത്തിച്ചത്. നാവില് വെള്ളം ഊറുന്ന നല്ല മസാലദോശയും നല്ല ഉഴുന്നുവടയും അല്പം കോഫിയും കൂടെ ആയാലോ? പോയാലോ?